ഉഹദ് യുദ്ധത്തിൽ പരാജയപ്പെട്ടു. ഇത് എന്ന് പറഞ്ഞതിൻ്റെ ശേഷം ഇനിയാണ് ജബ്ബാറിൻ്റെ പുകിൽ. ജബ്ബാർ പറയുന്നത് ഉഹദ് യുദ്ധത്തിൽ അമ്പയെ പരാജയപ്പെട്ട മുഹമ്മദ് ആളുകളും അതിന് ശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത് ശരിയാണ്. പരാജയം എന്ന് പറഞ്ഞാൽ ഒരു വിപ്ലവ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന് നേരിടേണ്ടി വരുന്ന താൽക്കാലിക പരാജയം അതൊരു പരാജയമായിട്ടത് കാണൂല. വീണിടത്ത് നിന്ന് സടകുടഞ്ഞെഴുന്നേറ്റ് ഭാവിയിലേക്കുള്ള കരുക്കളൊരുക്കുകയും നയങ്ങൾ രൂപീകരിക്കുകയും ചെയ്യാന്നുള്ളതാണ് ഏതൊരു വിപ്ലവ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇസ്ലാമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ ഈ ഒരു രീതിയാണ് കൈക്കൊണ്ടിട്ടുള്ളത്. അവിടെ ഇസ്ലാമിക പക്ഷത്തുണ്ടായിരുന്ന ആളുകളുടെ ധീരതയും അവർ ഈ യുദ്ധക്കളത്തിൽ മുറിവേറ്റ് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോലും അവർ പുലർത്തിയിരുന്ന പ്രതീക്ഷയും ധൈര്യവുമൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായിട്ട് തന്നെ രേഖപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദ് യുദ്ധത്തിന് ശേഷം യുദ്ധക്കളത്തിൽ ആരൊക്കെയാണ് മരിച്ചു കിടക്കുന്നത്, അല്ലെങ്കിൽ ആർക്കെങ്കിലും ജീവനുണ്ടോ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ചില ആളുകളെ നിയോഗിക്കുന്നുണ്ട്. അങ്ങനെ അവർ ചെന്നിട്ട് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന അല്പം ജീവൻ നിലനിൽക്കുന്ന ആളുകൾ ഈ ഘട്ടത്തിൽ എന്തായിരുന്നു ഇങ്ങനെ തങ്ങളുടെ അവസ്ഥ അറിയാൻ വേണ്ടി വന്ന അന്വേഷിക്കാൻ വേണ്ടി വന്ന ആളുകളോട് പറഞ്ഞിരുന്നത് എന്നുള്ളത് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്ന ഒരു സംഗതിയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ സഅദ് ബിൻ റബീഅ് എന്ന് പറയുന്ന ഒരു സഹാബി യുദ്ധത്തിൽ മുറിവേറ്റ് യുദ്ധക്കളത്തിൽ വീണ് കിടക്കുകയാണ്. അദ്ദേഹം മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ബനു നജ്ജാറുകാരനായിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുന്നത്. ചെന്ന് അദ്ദേഹം സഅദ് ബിൻ റബീഅനോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചതാണ് എന്നെ. ആരാണ് ജീവനോടെ യുദ്ധക്കളത്തിൽ വീണ് കിടക്കണതെന്നും ആരൊക്കെയാണ് മരിച്ചതെന്നും അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞയച്ചതാണ് എന്ന് പറഞ്ഞപ്പോൾ സഅദ് ബിൻ റബീഅ ഇദ്ദേഹത്തോട് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, അമറനി എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടുണ്ട്, അൻ അൻദുറ അഫിൽ അഹ്യാഇ അൻത അം ഫിൽ അംവാത്ത്, നീ മരിച്ചവരുടെ കൂട്ടത്തിലാണോ ഉള്ളത് അതോ ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിലാണോ ഉൾപ്പെടുന്നത് എന്ന് ചിന്തിക്കാൻ വേണ്ടി എന്നോട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു പറയാണ്. ആരോടാണ് പറയുന്നത്, എപ്പോഴാണ് പറയുന്നത്? അന്വേഷണത്തിന് വന്ന സഹോദരനോട് മരണത്തോടടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് സഅദ് ബിൻ റബീഅ പറയുന്നത്, നീ മരിച്ചവരുടെ കൂട്ടത്തിലാണോ ഉണ്ടാവുക ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിലാണോ ഉള്ളത് എന്നുള്ളത് അന്വേഷിക്കണം, ആലോചിക്കണം എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഏതായിരുന്നാലും അദ്ദേഹം ഈ ഘട്ടത്തിൽ ഈ വന്ന ആളോട് പറയുന്നത്, അതുകൊണ്ട് അബ്ലിഗ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാമി വഖുൽ ലഹു ഇന്ന സഅദ് ബിൻ റബീഅ യഖൂൽ ലക ജസാക്കല്ലാഹു അന്നാ ഖൈറ മാ ജസാ നബിയ്യൻ അൻ ഉമ്മത്തിഹി വഅബ്ലിഗ് ഖൗമക അന്നി അസ്സലാം വഖുൽ ലഹും ഇന്ന സഅദ് ബിൻ റബീഅ യഖൂൽ ലക്കും ഇന്നഹു ലാ ഉദ്റ ലക്കും ഇൻദല്ലാഹി ഇൻ ഖലുസ ഇലാ നബിയ്യിക്കും വഫീക്കും ഐനുൻ തുത്രിഫ് എന്നാണ്. നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എൻ്റെ സലാം പറയണം. മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്ര കണ്ട് ആദരിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ കൂടി ഉദാഹരണമാണിത്. അപ്പോൾ ജബ്ബാർ പലപ്പോഴും പറയുമ്പോൾ പറയാറുള്ളത് മുഹമ്മദ് തീവ്രവാദിയായി ഭീകരവാദിയായിട്ട് തൻ്റെ അനുയായികളെ അതിനു വേണ്ടി നിർബന്ധിക്കുമായിരുന്നു എന്നൊക്കെയാണ്. അങ്ങനെ നിർബന്ധിക്കുന്ന ഒരവസ്ഥയിലാണ് ഉണ്ടായിരുന്നുവെങ്കിൽ അയാൾ മരണത്തോട് മല്ലടിക്കുമ്പോൾ ഇനിയിപ്പോൾ എന്തായിരുന്നാലും മുഹമ്മദിനെ തള്ളിപ്പറഞ്ഞാലും കുഴപ്പമൊന്നും ഉണ്ടാവേണ്ടതില്ലല്ലോ. എന്നാൽ ഇത്തരത്തിലുള്ളൊരു ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം പറയണം.
ഫഅബ്ലിഗ് റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാമി വഖുൽ ലഹു ഇന്ന സഅദ് ബിൻ റബീ യഖൂലു ലക, സഅദ് ബിൻ റബീ താങ്കളോട് പറയുന്നു എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണം. എന്താ പറയേണ്ടത്? ജസാക്കല്ലാഹു അന്നാ ഖൈറ മാ ജസാ നബിയ്യം മിൻ ഉമ്മത്തിഹി. തൻ്റെ സമൂഹവുമായി ബന്ധപ്പെട്ട് ഒരു പ്രവാചകന് അള്ളാഹു നൽകുന്ന ഏറ്റവും നല്ല പ്രതിഫലം അള്ളാഹു താങ്കൾക്ക് നൽകട്ടെ എന്ന് സയ്യിദ് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണം. ഇത് നബിയോട് പറയേണ്ട സംഗതിയാണെങ്കിൽ തൻ്റെ സുഹൃത്തുക്കളോട്, സഹോദരന്മാരോട് യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു ഘട്ടത്തിൽ പിന്നിലൂടെ ആക്രമണം വന്നപ്പോൾ ഓടിപ്പോയിട്ടുള്ള ആളുകളോട് എന്ത് പറയണം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് വഅബ്ലിഗ് ഖൗമക അന്നി അസ്സലാം, നിൻ്റെ ആളുകൾക്കും നീ എൻ്റെ സലാം എത്തിച്ചു കൊടുക്കണം. എന്നിട്ട് വഖുൽ ലഹും, അവരോട് പറയണം, ഇന്ന സഅദ് ബിൻ റബീ യഖൂലു ലക്കും, സഅദ് ബിൻ റബീ നിങ്ങളോട് പറയുന്നത് ഇന്നഹു ലാ ഉദ്റ ലക്കും ഇൻദല്ലാഹി ഇൻ ഖലുസ ഇലാ നബിയ്യിക്കും വഫീക്കും ഐനുൻ തുത്രിഫ്. നിങ്ങൾക്ക് കാണാവുന്ന കണ്ണുണ്ടെങ്കിൽ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് എത്തിപ്പെട്ടാൽ നിങ്ങളിപ്പോൾ കാണിച്ചിട്ടുള്ള യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോവുക, നബിയെ വിട്ട് ഓടിപ്പോവുക എന്നുള്ള ആ അർത്ഥത്തിൽ നബിയെ ഒറ്റപ്പെടുത്തി കളഞ്ഞു എന്നുള്ള ഈ സംഗതി. ഇവിടെ യഥാർത്ഥത്തിൽ നബിയോടുള്ള വിരോധം കൊണ്ടല്ല അവർ ഓടിപ്പോയിട്ടുള്ളത്. പിന്നെന്ന് അടി കിട്ടിയപ്പം പെട്ടെന്നുണ്ടായിട്ടുള്ള ആ വെപ്രാളത്തിൽ ഓടിപ്പോയതാണ്. പിന്നെ അവർ തിരിച്ചു വരുന്നുമുണ്ട്, നബിയെ സംരക്ഷിക്കുന്നുണ്ട്. എന്തായിരുന്നാലും നിങ്ങൾ ഈ ഓടിപ്പോയിട്ടുള്ള ഈ സംഗതി അത് ഒരിക്കലും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് ഒഴികഴിവുകൾ പറയാൻ പറ്റാത്തൊരു സംഗതിയാണ്. അത്രയ്ക്ക് വലിയ ഗുരുതരമായിട്ടുള്ള പാതകമാണ്, തെറ്റാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് നിൻ്റെ ആളുകളോട് നീ പറയണം എന്നുകൂടി സഅദ് ബിൻ റബീ റളിയല്ലാഹു അൻഹു ഈ വന്നിട്ടുള്ള ആളോട് പറഞ്ഞേക്കുക ചെയ്യണം. ഇത് പറയുന്നത് എപ്പോഴാണ്? മരണവക്ത്രത്തിൽ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ആണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിലുള്ള, അള്ളാഹുവിനുള്ള, പ്രവാചകനിലൊക്കെയുള്ള വിശ്വാസത്തിൻ്റെ ആഴവും അളവും എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതേ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വലിയ ക്രൂരനും തീവ്രവാദിയായിട്ട് അവതരിപ്പിക്കുന്ന ജബ്ബാറിനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തമാണ്, നബി ഉണ്ടാക്കിയതാണെന്നാണല്ലോ അവർ പറയുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പിതൃവ്യനായിട്ടുള്ള ഹംസത്ത് ബിൻ അബ്ബാസ് കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല, അദ്ദേഹം അംഗഭംഗം ചെയ്യപ്പെട്ടു. ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ വേദന അനുഭവപ്പെട്ടിട്ടുണ്ട്. കാരണം തൻ്റെ പിതൃവ്യൻ എന്നത് മാത്രമല്ല, ഹംസയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ള ബന്ധം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു തനിക്ക് പിതൃവ്യനായതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരൻ കൂടിയാണ് ഹംസ. ആ നിലക്കും ഹംസയുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഹംസയുടെ ഈ മരണത്തിൽ ശത്രുക്കൾ അദ്ദേഹത്തിൻ്റെ ശരീരം വികൃതമാക്കിയതിൽ നബി ഏറെ ദുഃഖിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അവിടെ വെച്ച് നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു തീർപ്പ് എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലഇൻ അദ്ഹറനില്ലാഹു അലാ ഖുറൈശ് ഫീ മൗത്തിനിൻ മിനൽ മവാത്തിൽ ലഉമസ്സിലന്ന ബിസലാസീന റജുലൻ മിൻഹും. ഖുറൈശികളുമായിട്ട് ഇനി ഒരു രംഗത്ത് ഏറ്റുമുട്ടേണ്ടി വന്നാൽ താങ്കൾ ഒരാൾക്ക് പകരം അവരിലെ 30 ആളുകളെ ഞാൻ അംഗഭംഗം കൊടുത്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ് ഹംസയുടെ മയ്യത്തിൻ്റെ മുമ്പിൽ വച്ചിട്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. ഉടനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രഖ്യാപനത്തെ തിരുത്തിക്കൊണ്ട് ഖുർആൻ അവതരിപ്പിക്കണം, അവതരിപ്പിക്കുന്നത്. വഇൻ ആഖബതും ഫആഖിബു ബിമിസ്ലി മാ ഉഖിബതും ബിഹി വലഇൻ സബർതും ലഹുവ ഖൈറുൽ ലിസ്സാബിരീൻ. നിങ്ങൾ പ്രതികാരം ചെയ്യുകയാണെങ്കിൽ, നിങ്ങളോട് ചെയ്തിട്ടുള്ള അക്രമത്തിന്, അനീതിക്ക് നിങ്ങൾ പ്രതികാരം ചെയ്യുമ്പോൾ വഇൻ ആഖിബതും ബിമിസ്ലി മാ ഉഖിബതും, നിങ്ങളോട് എത്രമാത്രമാണോ ശത്രുക്കൾ
അതിക്രമം പ്രവർത്തിച്ചിട്ടുള്ളത് ആ അളവിൽ മാത്രമേ നിങ്ങൾ അവരോട് പ്രതികാരം ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾ ഹംസക്ക് പകരം അംഗഭംഗം വരുത്താണെങ്കിൽ തന്നെ ഒരാൾ മാത്രമേ അംഗഭംഗം വരുത്താൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അല്ലെങ്കിൽ ഹംസക്ക് പകരം ഒരാളെ മാത്രമേ നിങ്ങൾ കൊല്ലാൻ പാടുള്ളൂ. ഇവിടെ യഥാർത്ഥത്തിൽ ഹംസ എന്നത് ഒരു പശ്ചാത്തല കഥാപാത്രമാണെങ്കിൽ ജീവിതത്തിലുടനീളം അനീതി ചെയ്യുന്നവരുടെ കാര്യത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് എന്താണെന്നുള്ള ഇസ്ലാമിൻ്റെ നിലപാട് പ്രഖ്യാപിക്കുക കൂടിയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ജബ്ബാർ പറഞ്ഞനുസരിച്ചാണെങ്കിൽ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കുന്നതാണ് പറയുന്നതാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇതിൽ ഇങ്ങനെ തൻ്റെ ശപഥത്തിന് തൻ്റെ പ്രഖ്യാപനത്തിന് വിരുദ്ധമായിട്ട് ഇങ്ങനെ ഒരു നിർദ്ദേശം വരാൻ പാടില്ല. അപ്പോൾ ഇവിടെയാണ് യഥാർത്ഥത്തിൽ യുക്തിവാദികൾക്ക് അവരുടെ യുക്തിബോധം നശിക്കുകയും യുക്തിവാദം അരങ്ങേറുകയും ചെയ്യുന്നത്. ഇവിടെയാണ് അവരുടെ വിഡ്ഢിത്തവും അവരുടെ തൊലിക്കട്ടിയും നമ്മൾക്ക് ബോധ്യമാവുക. അപ്പോൾ യഥാർത്ഥത്തിൽ വസ്തുതയായിട്ട് കാണുക എന്നുള്ളതല്ല യുക്തിവാദിയുടെ സമീപനം എന്ന് പറയുന്നത്. തനിക്ക് എങ്ങനെയെങ്കിലും തൻ്റെ വാദം വാദിക്കുകയും അതിന് വിരുദ്ധമായിട്ട് വരുന്ന എന്തിനേയും വിശേഷിച്ചും ഇസ്ലാമിനെ എതിർക്കാൻ എന്തൊക്കെ കിട്ടും എന്നാണ് അയാൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ തനി വിഡ്ഢിത്തപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള സംഗതികൾ വിളിച്ചു പറയുന്നു. അതുകൊണ്ടൊന്നും യുക്തിവാദിക്ക് യഥാർത്ഥത്തിൽ മാനം നഷ്ടപ്പെടാനില്ലല്ലോ. കാരണം അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിലല്ലേ നഷ്ടപ്പെടുള്ളൂ. അപ്പോൾ എന്ത് വിഡ്ഢിത്തവും വിളിച്ചു പറയാനുള്ളതാണ് ഇവിടെ ജബ്ബാർ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.